Hi. How are you? I'm fine. Okay. ഹലോ മീനോട്ടി ചേച്ചി. ഹലോ ചക്കരേ, സുഖാണോ? ആ ചേച്ചിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞടാ, നല്ലായിരുന്നോ? സൂപ്പർ ആയിരുന്നു. എന്റെ എക്സാം ഇന്നലെ കഴിഞ്ഞു. അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട്. ഓ വല്ലാണ്ട് അനുഗ്രഹിച്ച, ഞാൻ ഒരു പേടി എനിക്കുള്ളൂ. ഞാനും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉണ്ട്, ആ രണ്ടുപേര് കണിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ വന്നിരിക്കുന്ന മനസ്സിലായോ? ഇത് ടെസ്സ രാജകുമാരി. ടെസ്സ അല്ല, ഇത് ഖദീജ ബീബിയാ. ഖദീജ. അത് ഞാൻ പറയാൻ ഇരിക്കുവായിരുന്നു. പറഞ്ഞു, പിന്നെ പറയാത്. നേരത്തെ റാപ്പ് മൂസിലായിരുന്നോ? നീപ്പം ഖദീജ. അല്ലേ? ഇന്നലെയായിരുന്നു എക്സാം. ഇന്നലെ കച്ചേരി. ഇന്നലെ കച്ചേരി, ഇന്ന് ഹിന്ദി എക്സാം, ഇന്നലെ മാത്സ്. അനി ഇന്നലെ ഇംഗ്ലീഷ്. അങ്ങനെ കൊറേ ഇന്നലെ. 2 മാസം മുമ്പ് തുടങ്ങിയാണോ എക്സാം? അയ്യോ അല്ല, ഒരുപാട് ഇന്നലെ ആയല്ലോ. 10 ഇന്നലെ ആയല്ലോ. എത്ര? 7 ഇന്നലെയോ? അറിയില്ല സാർ, എന്നോട് ക്ഷമിക്കണം. അതൊന്നും എന്നോട് ചോദിക്കരുത്. ചിലപ്പോ ഗ്യാപ്പ് ഉണ്ട്. അതെനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞപ്പോ ഒപ്പത്തില് ലാലേട്ടൻ പറഞ്ഞ പോലെ ഉണ്ട്. രസക്കുട്ടിയുടെ പാട്ട് എനിക്കറിയാം. മാണിക്യമലരായ പൂവി. ഈ വേഷം കണ്ടപ്പോഴല്ലേ അറിഞ്ഞേ? വേഷം കണ്ടപ്പോഴേ അറിഞ്ഞേ. ഖദീജ ബീവി എന്ന പിന്നെ വേറെ ഏത് പാട്ടായിരിക്കും? ഈ പാട്ടല്ലേ പറ്റൂ? ഖദീജ ബീഗം. ബീവി. കച്ചേരി എവിടെയായിരുന്നു? ഏതൊരു അമ്പലത്തിലായിരുന്നു അന്നെ അടുത്ത് പറഞ്ഞത്. അരങ്ങേറ്റം. ഏതമ്പലം? അമ്മയ്ക്ക് അറിയായിരിക്കും. കാളികാവ് ദേവീക്ഷേത്രത്തില്. ഏതൊക്കെ കീർത്തനങ്ങളാ പാടിയേ? നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത പുരസ്ഥലം ഹരിണ ചർമ്മവും പണികണങ്ങളും പിന്നെ ദാരികന്റെ ശിരസ്സു കൊയ്തൊരു ഘോരൂപിണിയംബികേ. പിന്നെ രാരവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല. പിന്നെ എനിക്കിഷ്ടപ്പെട്ട പാട്ട് പറയട്ടെ. ദാരികന്റെയും പിന്നെ വർണ്ണം കൂടെ, നാഗഭൂഷിയും പിന്നെ വർണ്ണം കൂടെ. വള്ളിക്കണവൺ പേരേ വഴി പോക്ക സൊന്നാലും, വള്ളിക്കണവൺ പേരേ വഴി പോക്ക സൊന്നാലും. തമിഴും പാടിയോ? തമിഴാണല്ലോ അത്. അതെ, കച്ചേരി. ഉണ്ണിയങ്കളെ കൊറേ നാള് മുമ്പല്ലേ കണ്ടേ? അതുകൊണ്ട് ഉണ്ണിയങ്കളിനൊരു ടാസ്ക് തരും, വീട്ടിൽ ചെന്നിട്ട് ചെയ്യണം. ഏതാന്ന് പറയട്ടെ? അല്ല, ഇപ്പൊ ഫ്രീ കിട്ടുമ്പോഴും ചെയ്യണം. എന്റെ അനിയനും ഞാനും കൂടെ ഉള്ള ഒരു അയല പുരുഷനകത്ത് എന്റെ അനിയനും ഞാനും കൂടെയാണ്. അതല്ലായിരുന്നു. അതുകൊണ്ട് ഉണ്ണിയങ്കള് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുമ്പോ ഉണ്ണിയങ്കൾ അത് കാണണം. മധുവങ്കളിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താൻ എന്താടാ ഫോൺ എടുക്കാത്തെ? ഞാൻ കേട്ടില്ലായിരുന്നു സാറേ. കേട്ടില്ലായിരുന്നു. കേക്കാത്തതോ അതോ കേട്ടില്ലെന്ന് നടിക്കാൻ തീരുമാനിച്ചോ? സാറേ, എന്നെ വഴിക്ക് വിട്ടേക്ക് സാറേ. എന്റെ വഴി നിന്റെ വഴി അങ്ങനൊന്നുമില്ല, നമ്മുടെ വഴി. കൊള്ളാലോ. തുടരും. ഇനി ഞാൻ വിളിച്ചാ മധുവെങ്കിലും ഫോൺ എടുക്കണേ. എടുക്കും കേട്ടോ? എടുത്തിരിക്കും. എംജങ്ങളെ അയില്ലേ, ആ പാലാരിവട്ടത്തിന്റെ താഴെയുള്ള ആ മൈ സ്റ്റുഡിയോയിലില്ലേ, മൈ സ്റ്റുഡിയോയിൽ എന്നെയും കൂടെ ഒന്ന് വിളിക്കാവോ സാറേ? ഇടയ്ക്ക് വിളിച്ചാ മതി. ഞാൻ ഇടയ്ക്ക് സാറിന് വിശക്കുമ്പോ ഒക്കെ സ്നാക്സ് എടുത്തു തരാം, ഇടയ്ക്ക് ഒരു വെള്ളം ഒക്കെ എടുത്തു തരാം. അപ്പൊ ആളായില്ലേ? അസിസ്റ്റന്റ് കൂട്ടട്ടെ. എന്നിട്ട് സാറിന് പാട്ടൊക്കെ മറന്നു പോകുമ്പോ ഞാൻ കോറസ് ആയിട്ട് സാറിന്റെ. അങ്ങനെ വേണ്ട, എനിക്ക് വേണ്ടി ട്യൂണുകൾ ഉണ്ടാക്കി തന്നാ. പക്ഷെ സാർ അവിടെ കൊണ്ടുപോകണം. ഞാൻ കൊണ്ടുപോവാം, എന്നാലേ പറ്റുള്ളൂ. എന്നിട്ട് ഇനി എന്റെ എല്ലാ ട്യൂൺസും ചെയ്യാൻ പോകുന്നത് ടെസ്സ കുട്ടിയാ. അതെ, താങ്ക് യു. പണി അവിടെ എടുക്കും, പേര് ഇവിടെ. അങ്ങനെ പറ്റില്ല, 2 പേര് വേണം.
ഇനി നമുക്ക് പാട്ട് പാടണ്ടേ? ആ. നമ്മുടെ മാണിക്യമലയിലോട്ട് തിരിച്ചു പോരാം. 1978 ആ വർഷത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഇറങ്ങി, മാണിക്യ മലരായ പൂവികൾ. അത് എഴുതിയത് PMA ജബ്ബാർ സാറാണ്. അത് പാടിയത് എരഞ്ഞോളി മൂസക്കായാണ്. അപ്പൊ ആ പാട്ടാണ് ഇപ്പോ നമ്മുടെ കുഞ്ഞു പാടാൻ പോകുന്നത്. ശരിയല്ലേ? കറക്റ്റാ. അപ്പൊ പഠിക്കൂ.
സുബ്ഹാനല്ലാഹ് ക്യാ ബാത് ഹേ. ഖുദ ഹഫീസ്. ഇത് ഉറുദു ആണോ? ഉറുദു. ഉറുദുവോ? ആ. പേർഷ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഭാഷയാ? പേർഷ്യൻ പേർഷ്യൻ പേർഷ്യനോ? പേർഷ്യൻ കാറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഓ ഞാൻ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയാൻ പോയി. പൂച്ച പൂച്ച. ആ പേർഷ്യൻ കാറ്റ്. ഈ പേർഷ്യ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? പേർഷ്യ കേട്ടിട്ടില്ല. ആ അതെവിടെയാണ്? കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ല എന്ന് അവളുടെ പറഞ്ഞു. expression കണ്ടാ നമുക്ക് തിരിച്ചു തോന്നും ഇറാൻ കേട്ടിട്ടില്ല എന്ന്. ഇറാൻ. ഇറാനോ ഇറാഖോ? അത് ആഫ്രിക്കല്ലേ? ഇറാൻ രണ്ടുപേരും ഡൗട്ടില്ല. ഇറാൻ. മീനുട്ടി പറ. പേർഷ്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആഫ്രിക്കയുടെ അടുത്തല്ലേ? അവൾക്കറിയാം. ഇറാൻ. ഇറാൻ ഇറാൻ ഇറങ്ങി ഓടിക്കോ. അതെ ഇറാനാ. പണ്ട് ആര് പറഞ്ഞ ഇറാനാണെന്ന്? പണ്ട് പേർഷ്യ എന്നാണ് പറഞ്ഞിരുന്നത്. ആ, ഇപ്പൊ ഈ 1000 പേര് മാറി. രാവുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അറേബ്യൻ നൈറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, അത് കേട്ടിട്ടുണ്ട്. അതെന്താ? അറേബ്യൻ കേട്ടിട്ടുണ്ട്. അറിയത്തില്ല. അറേബ്യൻ എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്, അത് കേട്ടിട്ടുണ്ട്. അതെന്താ അറേബ്യൻ നൈറ്റ്സ് ആ, അത് പിന്നെ പറയാം. ആണോ? നൈറ്റ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമാണ്. ഞാൻ നമ്മൾ ആ ലെവലിൽ എത്തേണ്ടിയിരിക്കുന്നു. അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റേൺ ഫോക്ക് ടേൽസ് ആണ്. വല്ലതൊക്കെ ഇടയ്ക്ക് വായിക്കണം കേട്ടോ മീനൂട്ടി. ഷുവർ. അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ അറേബ്യൻ നൈറ്റ്സ്? രസകൂടി. അപ്പൊ എന്നാ? ഖുദ ഹഫീസ് എന്ന് പറഞ്ഞ, ഖുദ എന്ന് പറഞ്ഞാൽ ഗോഡ്, ഹഫീസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ. ഓ, അപ്പൊ God protector. ലെറ്റ് ഗോഡ് പ്രൊട്ടക്ട് യു. എന്നിട്ടേ ആ. ഇന്നലെ 11 മണിക്കാ ഞങ്ങളുടെ കച്ചേരി കഴിഞ്ഞ്. ശരിയാ. ഓ അരങ്ങേറ്റം. മധുങ്കൾ വീട്ടിൽ വന്നപ്പോ പറഞ്ഞ അരങ്ങേറ്റം. അതെ ഇന്നലെ ആയിരുന്നോ? മധുങ്ങൾ വീട്ടിൽ പോയോ? ആ ഞാൻ വീട്ടിൽ പോയി. എന്റെ വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നില്ലേ? എവിടെ എവിടെ? എല്ലാം കഴിഞ്ഞ ആഴ്ച. മീനൂട്ടി ചേച്ചി അത് കേട്ടില്ല. ഏതാ സ്ഥലം? അപ്പൊ ഞാൻ പോട്ടെ. ഇവിടെ ഞാൻ പിണങ്ങി. ഞങ്ങളുടെ വീട്ടിലും ഞാൻ അതെങ്ങനെ വരാം. മധുവിനെ മാത്രം വിളിക്കണേ? മധുവങ്കിൾ ഇതിലെ കൂടെ പോവായിരുന്നു. വിളിച്ച പോവായിരുന്നു. അപ്പൊ വിളിച്ചകത്തോട്ട് ചേച്ചി അങ്ങനെ സംഭവിച്ചു. അതുവഴി പോയപ്പോഴത്തേക്കും പിടിച്ചാത്ത കിട്ടിയോ? ഇനിയിപ്പോ ഞാനും അത് വിളിപ്പോ പിടിച്ചാത്ത കിട്ടണം. അതെ. പിടിച്ച എന്തൊക്കെ കൊടുത്തു മധു? എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു അന്ന് അല്ലേ? എന്തൊക്കെയാ കൊടുത്തേ? ചക്ക ചക്ക വീട്ടിലേക്ക് തന്നു വിട്ടു ഒരു ചക്ക. ആ. പിന്നെ ഞാനത് ബാഹുബലിയെ പോലെ പിടിച്ചോണ്ട് പോയി. എന്തൊക്കെയായിരുന്നു മധുവിന്റെ സ്പെഷ്യൽ? ചോറ്, ആ, ചിക്കൻ ഫ്രൈ, ആ, ചിക്കൻ കറി, ആ, ഫിഷ് കറി, ആ. പിന്നെ അപ്പം. ഓ കൊറേ സാധനങ്ങൾ ആ പിന്നെ വിഭവ സമൃദ്ധമായിരുന്നു. ഫീസ്റ്റ് ആയിരുന്നു. ഫീസ്റ്റ്. അതെ, ഒരു ഫീസ്റ്റ് ആയിരുന്നു. അമ്മയുടെ ടേസ്റ്റ് എപ്പോഴും ഒരുപോലെ ഇരിക്കുള്ളൂ. ആണല്ലേ? ആഹാ. ആഹാ. എന്തുണ്ടെങ്കിലും എപ്പോഴും ഇതുപോലെ ഇരിക്കും. എപ്പോഴും. എപ്പോഴും. ആ ഞാനേ രാവിലെ എണീറ്റ് വന്നപ്പോ അമ്മ ചോദിക്കുന്നുണ്ട് ഗൂഗിളിനോട്, ആ ഈസ് മധു പാലകൃഷ്ണൻ ആ നോൺ വെജ് ഓർ വെജിറ്റേറിയൻ? ഗൂഗിളിനോട് ചോദിച്ചിട്ടാ മനസ്സിലാക്കിയത്. ഓക്കെ. എന്നിട്ട് എന്താ ഗൂഗിള് എന്താ പറഞ്ഞെന്നറിയാമോ? പറഞ്ഞത്? മധുവങ്കിൾ മധു ബാലകൃഷ്ണൻ സാർ ആ. പലയിടങ്ങളിൽ പോയിട്ട് സദ്യ കഴിക്കാറുണ്ട്, ആ പലയിടങ്ങളിൽ പോയിട്ട് സുഷിയും കഴിക്കാറുണ്ട്. എന്താ? സുഷി 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 ഞാൻ കഴിക്കാറേ ഇല്ല. ഗൂഗിളിൽ ഇത് വെറും നുണ പറയാ ഗൂഗിള്. അതെ അതെ അതെ. അപ്പൊ അമ്മ വിചാരിച്ചു നോൺ വെജും വെജും ഉണ്ടെന്ന്. ആണല്ലേ? ആ. അതുകൊണ്ടാണ് രണ്ടും കൂടെ ചിക്കൻ ഫ്രൈ. ഉണ്ടാക്കിയത്. ഉണ്ണിച്ചേട്ടാ ഈ കോൺവെർസേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയാ? ആ ചോദ്യമാണ് ഗൂഗിളിനോട് ചോദിച്ചത്. ഈസ് മധുബാലകൃഷ്ണൻ വെജ് ഓർ നോൺ വെജ്? അന്ത് സിരി പറഞ്ഞു ശരിക്കും അങ്ങനെ ചോദിച്ചോ? അമ്മ അങ്ങനെ ചോദിച്ചോ? അപ്പൊ ഇനി കാണിച്ച്. അടുത്ത പ്രാവശ്യം മെറ്റയോട് ചോദിക്കാൻ പറയാം. ഈ ഗൂഗിൾ ഏതായാലും നുണ പറഞ്ഞു. ഇനി മെറ്റ അമ്മ ഇത് പറയില്ലെന്ന് പറഞ്ഞതാ. പാട്ടെങ്ങനെ ഉണ്ടായിരുന്നോ? പാട്ട് ഗംഭീരല്ലേ എപ്പോഴും? അടിപൊളിയായിരുന്നില്ലേ? രസന പാട്ട് കാണാനും കേൾക്കാനും ഭയങ്കര സുഖല്ലേ? അതെ. സൂപ്പർ ആയിരുന്നേ. അയ്യോ രസക്കുട്ടി എന്തോ നന്നായിട്ട് പാടി. അയ്യോ ഈ വേഷമൊക്കെ കലക്കിയിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ആ കൊറേ അങ്കിൾമാര് അറിയുവാ ആ. മാമാട്ടിക്കുട്ടീനെ പോലെ ഉണ്ട്. ആ ശരിയാട്ടോ. മാമാട്ടിക്കുട്ടിയമ്മയുടെ പോലെയും പിന്നെ ബേബി ശ്യാമിനിയുടെ പോലെയൊക്കെ ഉണ്ട്. ആ ആ പിന്നെ സ്മാർട്ട് അല്ലേ ആള്? ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് ഞാൻ എന്തായാലും പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് 3 പേർക്കും. താങ്ക് യു. ആ ഇത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്നാ പറയണേ അല്ലേ? അതേന്ന് തലയാട്ടുന്നുണ്ട് എല്ലാവരും. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ സൂപ്പറാണേ. അടിച്ചു പൊളിച്ചു. ചന്ദ്രകുട്ടി താങ്ക് യു. സൂപ്പറാണേ. താങ്ക് യു. ഇനി എം ജെ അങ്കിൾ വീട്ടിലേക്ക് വന്ന എന്തായിരിക്കും
ഗൂഗിളിനോട് ചോദിക്കുക ചേച്ചി. ഈസ് എം ജെ ചന്ദ്രൻ വെജ് ഓർ നോൺ വെജ്? അതൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോരായിരുന്നു. എന്നിട്ട് അതിനെന്തായിരിക്കും ഗൂഗിൾ ഉത്തരം പറയുന്നത്? അല്ല അത് പണ്ടൊരു ഇന്റർവ്യൂവിന് സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. സാറിന് ബിരിയാണി ഒത്തിരി ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് okay. പക്ഷെ ഞാൻ തന്നെ പറയാം, അതായത് ഞാൻ മീറ്റ് ഒന്നും കഴിക്കൂല, ചിക്കനും മട്ടനും ബീഫൊന്നും കഴിക്കൂല. പക്ഷെ തിമിംഗലം ഉൾപ്പെടെയുള്ള മീനുകളെല്ലാം കഴിക്കും. ഉൾപ്പെടെ തിമിംഗലം ഉൾപ്പെടെയാണോ? ആ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള മീനെല്ലാം. ഉണ്ണിയങ്കളോ? ഞാനെല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എം ജെ അങ്കിൾ ആദ്യം പറ. ബിരിയാണി. ബിരിയാണി കറക്റ്റ് ആയിരുന്നു ചേച്ചി. മധുവങ്കളുടെ ഓൾറെഡി കിട്ടി. ഇനി എനിക്ക് മധുവങ്കളുടെ മധുവിന്റെ കൊണ്ടുപോകും. കാര്യം ഇനി ചോദിച്ചു പോരുത്. അതെ, ഉണ്ണിയങ്കിൾ എന്നാലും ഇഷ്ടമുള്ള ഫുഡല്ലേ? അത് പറയാം. ദോശ. ഫിഷ്, നല്ല ഫിഷ്, നല്ല ഫിഷ്. നല്ല ഫ്രഷ് ഫിഷ്. അത് എനിക്ക് ഇഷ്ടമാണ്. എന്റേത് പറട്ടെ. ഫ്രഞ്ച് ഫ്രൈ. ഫ്രഞ്ച് ഫ്രൈസ്. ഓ ഓക്കെ. വിനോട്ടി ചേച്ചിയുടെ എനിക്ക് എല്ലാം ഇഷ്ടം. ഓരോ സമയത്ത് ഓരോന്ന്. ഇപ്പൊ എനിക്ക് കപ്പയും മീൻകറി ഇഷ്ടമാണ്. ടെസക്കുട്ടിക്ക് പോരട്ടെ ഒരു മധുര മഴ. കുട്ടി നടക്കാൻ പറ്റൂ ചേച്ചിക്ക്? ശരി, ബൈ, സി യു, ബൈ.